ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി നടുവ് കീറി നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണേ. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം സവാള നന്നായിട്ട് വാടിയതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ഈ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് തിളച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിനി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് തിള വന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില വേണമെന്നാണെങ്കിൽ ഓപ്ഷണലാണ്, ഇടാം, ഞാൻ ഇടാറില്ല. ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഓരോ മുട്ടകളായിട്ട് ഉണ്ണി പൊട്ടാതെ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അടി പിടിക്കാതെ നമുക്ക് ഇത് വെന്ത് കിട്ടാനായിട്ടുള്ള എളുപ്പത്തിന് നന്നായിട്ട് ശ്രദ്ധിച്ച് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണേ. ഇനി അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ദേ ഇപ്പോൾ കണ്ട നന്നായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലപ്പൊടി, നമ്മുടെ ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് ഞാൻ അടച്ച് വെച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ മുട്ട തിളപ്പിച്ചത് ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണേ.